നമസ്കാരം സുഹൃത്തുക്കളെ, LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 19ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2021 മുതൽ 2026 വരെ കേരള PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അപ്പൊ നമ്മൾ അങ്ങനെ 2023ലേക്ക് കടന്നു. 21 കഴിഞ്ഞു, 22 കഴിഞ്ഞു, 23ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, പിന്നീട് അത് നന്നായിട്ട് റിവിഷൻ ചെയ്യുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആ മാർക്കുകൾ പോകാതെ നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഒരു LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് മനസ്സിലാക്കണം. അത്രയും എന്താണ് നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് താഴെ തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എയും ബിയും സിയും ശരിയാണ്. ഇവിടെ ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് ഭുവൻ. അപ്പൊ ഭുവൻ ആരാണ് വികസിപ്പിച്ചെടുത്തത്? നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. ഏതിന് ബദലായിട്ട്? ഗൂഗിൾ എർത്തിന് ബദലായിട്ട്. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. 2009 മാർച്ച്. മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ. മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ഇവാനാണ്. ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് ആൻസർ സി ആണ്. എയും സിയുമാണ് ശരിയായിട്ടുള്ളത്. GST എന്നതിന്റെ പൂർണ്ണരൂപ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഓക്കെ, ഇനി 103ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST. അത് എന്താണ്? തെറ്റാണ്. 101 ആണ് GSTയെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. 2017 ജൂലൈ 1-നാണ് ഈ നിയമം വന്നത്. ശരിയായ പ്രസ്താവനയാണ്. പിന്നെ ഇതൊരു പ്രത്യക്ഷ നികുതിയല്ല, അതൊരു പരോക്ഷ നികുതി സമ്പ്രദായമാണ്. ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കേട്ടോ. പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ് GST. അപ്പൊ 4 പോയിന്റ് GSTയെ കുറിച്ച് പഠിക്കുക. GSTയുടെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പഠിച്ചോ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. 101ാമത്തെ ഭരണഘടനാ ഭേദഗതി 2017 ജൂലൈ 1-ന് നിയമം നിലവിൽ വന്നു. ഇതൊരു പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. ഇത് ഏത് പദ്ധതിയാണ്? അപ്പൊ ഇവിടെ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇതാ കാരണം ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ ഏറ്റവും ഇതില് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പോകുന്നത് ഇതാണ് കേട്ടോ. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതികൾ കൊണ്ടുള്ള ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഒരു 2 പ്രാവശ്യം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നന്നായിട്ട് വായിക്കുക. സ്വർണ്ണ ജയന്തി ഷഹാരി കണ്ടോ. ഷഹാരി റോസ്ഗാർ യോജന നഗരപ്രദേശങ്ങളിൽ ഉള്ളവർക്കാണ്. ഒരു സ്വയം തൊഴിൽ, അതായത് തൊഴിൽ രഹിതർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ എ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ A 3 വരണം. ഹോക്കി എന്താ? ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനമാണ്. അതായത് നമ്മുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. ആ ഹോക്കിക്ക് തന്നെയാണ്, അങ്ങനെ തന്നെ പഠിക്കുക. ആ ഹോക്കിക്ക് തന്നെയാണ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിരിക്കുന്നത്. A 3 ആണ്. PT ഉഷ ഏതാണ്? 4. CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് നേടി. മുംബൈ ഇന്ത്യൻസ് പ്രഥമ ഏതാണ്? ഇവിടെ B ആണ് എഴുതേണ്ടത് അല്ലേ? B ആണ്. അടുത്തത് മുംബൈ ഇന്ത്യൻസ് എന്താ? പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്. വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. ഒക്കെയാണ്. തെറ്റായ ജോഡികൾ ഏതെല്ലാം? തെറ്റായ ജോഡി ഏതെല്ലാമാണ്? തെറ്റായ ജോഡികൾ A ആണ്. Aയും Bയും തെറ്റാണ്. ഓക്കെ. പന്തിഭോജനം നിത്യചൈതന്യതി ഒക്കെ എന്താണ്? തെറ്റായിട്ടുള്ള ആൻസറുകളാണ്. ഇവിടെ ആൻസർ Aയും B തെറ്റാണ്. കുമാരനാശാന്റേതാണ് ദുരവസ്ഥ. പിന്നെ വൈകുണ്ഠ സ്വാമികളുടേതാണ് സമത്വ സമാജം. തൈക്കാട് അയ്യ അല്ലെ? പന്തിഭോജനം തൈക്കാട് അയ്യ. അടുത്തത് കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ ഇഷ്ടപ്പെടുന്നു. അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം.
ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നും അർത്ഥം. ഏതാണ്? ഖസാക്കിന്റെ ഇതിഹാസമാണ്. ഖസാക്കിന്റെ ഇതിഹാസം. കലയും കലാകാരന്മാരും തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം? നമ്മുടെ JC ഡാനിയൽ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയലാണ്. അപ്പൊ ബി ഓപ്ഷനില് 3 വരുന്നത് ഏതാണോ അതാണ് ആൻസർ. കണ്ടോ, ബി ഓപ്ഷനിൽ 3 വരുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? ബി ആണ് കേട്ടോ. ഇനി അടൂർ ഗോപാലകൃഷ്ണൻ ഏതാണ്? 4 അല്ലെ? ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. JC ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ്. റസൂൽ പൂക്കുട്ടി എന്താണ്? ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളിയാണ് റസൂൽ പൂക്കുട്ടി. തോപ്പിൽ ബാസി കേരള പീപ്പിൾ ആർട്സ് ക്ലബ്ബ് കേട്ടോ. 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം കുമരകം. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. നന്നായിട്ട് ഇരുത്തി വായിച്ചാൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ആൻസർ കിട്ടുകയുള്ളൂ. ആൻസർ സിയും ഡിയുമാണ് കേട്ടോ. സിയും ഡിയും. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അജന്ത എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് അജന്ത എല്ലോറ ഗുഹയും താജ്മഹലുമാണ്. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സിയും ഡിയുമാണ് ശരിയായിട്ടുള്ളത്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഇത് തെറ്റാണ് കേട്ടോ. അതിലെ ആ ആൻസർ ഇല്ല, തെറ്റാണ്, ഡിലീഷൻ ആണ് കേട്ടോ. ആന്ത്രോത്ത്. ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കുമ്മേശപ്പുലിമല ഇല്ല, ഇതിവിടെയും ആൻസർ ഇല്ല. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം മിസോറാമാണ്. അതേപോലെ മൊളാസിസ് വ്യവസായം ഒരു PSC ചോദ്യമാണ്. മൊളാസിസ് വ്യവസായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് ഏതാണ്? ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് പാക് കടലിടുക്കാണ്. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ്? റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ. ദേശീയപാത 1 അതായത് NH1 ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? അതും ആൻസർ ഇല്ല കേട്ടോ, ഇവിടെയും ആൻസർ ഇല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ജാംനഗറിലാണ്. ഏറ്റവും വലുത്. ഇതിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂര്. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? സഹകരണ സംഘങ്ങളിലെ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് പറയുന്നത് 97ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇവിടെ ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡാണ്. നമുക്കത് കറണ്ട് അഫയറിൽ അപ്ഡേറ്റ് ചെയ്യണം. താഴെ പറയുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വായിച്ചു നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തണം കേട്ടോ. ഏതാണ്? ഡി ആണ് കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ എത്താത്തത്. മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക. അതെന്താണ്? ചുമതലയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയൊന്നുമല്ല. അങ്ങനെ എന്തെങ്കിലും ധ്വംസനം ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുണ്ടെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഉത്തരവാദിത്വമൊന്നും അധികാരമൊന്നും ആർക്കില്ല? മനുഷ്യാവകാശ കമ്മീഷന് ഇല്ല. മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്താം, ജയിലുകളൊക്കെ സന്ദർശിക്കുക, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക, ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ ആണോ? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്?
ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. 53rd ആണ്. ആരാണ്? സൂര്യകാന്ത് ആണ് കേട്ടോ. സൂര്യകാന്ത്. നെക്സ്റ്റ് വൺ, വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായവ കണ്ടെത്തുക. വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് ഡി ഓപ്ഷൻ ആണ്. 1, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. ഇതിന് വിവരാവകാശ കമ്മീഷന്. വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. അതായത് വിദേശ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും രഹസ്യ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാതെ, ഒരു വേർഡ് നന്നായി ശ്രദ്ധിക്കണം, 10ൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ 10ൽ കൂടാതെയുള്ള ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഏതിലാണ്? ഈ വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കും. ഇവിടെ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ ഏതാണോ സംസാരിക്കുന്ന അവരുടെ പ്രാദേശിക ഭാഷ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അപേക്ഷ നൽകാം. കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇവിടെ വിശ്വാസ മേത്തയാണ്. ഇപ്പോഴത്തെ കറണ്ട് അഫെയറിൽ ആരാണ്? പഠിച്ചവരായിരിക്കും അല്ലേ? വെയിറ്റ്. ആരാണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? വി ഹരിനായർ ആണ് കേട്ടോ. ആരാണ്? വി ഹരിനായർ. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടം കൊണ്ടിരിക്കുന്നത്? റിട്ട് ബ്രിട്ടൻ. ഇന്ത്യൻ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? നിലവിൽ വന്നത് 2010 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി? ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് മോത്തിലാൽ നെഹ്റു. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകാവുന്നതാണ്? ആർട്ടിക്കിൾ 22 പ്രകാരമാണ് കരുതൽ തടങ്കല്. അതുപ്രകാരം എത്ര ദിവസം അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാം അല്ലെങ്കിൽ എത്ര മാസം? ഏതാണ്? 3 മാസമാണ് കേട്ടോ. 1980 സുനീർ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏതു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സുനിൽ ബത്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ 1980 ഏത് കേസാണ്? പൊതു താൽപര്യ ഹർജിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണപിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു അധ്യക്ഷൻ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ? ആനന്ദമഠം. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖ? ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖ ഏതാണ്? രേഖാംശ രേഖയാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും 17ാമത്തെ വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്തത് ആരാണ്? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയിട്ട് 17ാമത്തെ വയസ്സിൽ മലാല യൂസഫായി 2014 കൈലാഷ് സത്യാർത്ഥിയോടൊപ്പം എന്ത് ചെയ്യുന്നത്? നോബൽ സമ്മാനം പങ്കുവെക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് റൈച്ചൂർ. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് റൈച്ചൂരാണ്. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആരാണ്? പെട്ടെന്ന് കിട്ടുന്ന ശിവജി. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതി? കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ ഹരിതഗൃഹ കൃഷിയാണ്. ഹരിതഗൃഹ കൃഷി. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യ. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഇവയെല്ലാം.
അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം. അന്തരീക്ഷത്തിന്റെ താപം അളക്കാനാണ്. താപം. തെർമോമീറ്റർ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം. ഷാനാർ ലഹള അല്ലെ? ഇത് വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം. അപ്പൊ ഇത് എന്തെങ്കിലും നിങ്ങൾക്ക്, ഞാൻ ഈ വായിച്ചില്ല ഒന്നും പറയുന്നില്ല, എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇമോജി ഇടുക, ഒരു സ്മൈലിന്റെ ഒരു ഇമോജി എങ്കിലും താഴെ ഇടുക കേട്ടോ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ആരാണ്? കൈസർ ഇ ഹിന്ദ് പദവി നൽകിയത് ഗാന്ധിജിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഒട്ടകം. മൊസപ്പൊട്ടേമിയ എന്ന വാക്കിനർത്ഥം നദികൾക്കിടയിലെ പ്രദേശം ആണല്ലോ അല്ലെ? നദികൾക്കിടയിലെ പ്രദേശം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം 1942 ക്വിറ്റ് ഇന്ത്യ സമരം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ശാരദാ സദൻ ബോംബെയില് പണ്ഡിത രമാബായി. ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി നൈലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിത മാഡം ഭിക്കാജി കാമ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. പ്രാദേശിക ഭാഷാ പത്ര നിയമം, വെർണാക്കുലർ പ്രസ് ആക്ട്, ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ. വിദ്യാഭ്യാസം അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? 21A 2002 86 ഭേദഗതിയിലൂടെയാണ് 21A കൂട്ടിച്ചേർത്തത് കേട്ടോ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവരുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം ശ്രീ നാരായണ ഗുരു. പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ്? പരോക്ഷ നികുതി അല്ലാത്തത് വ്യക്തിഗത ആദായ നികുതിയാണ് പരോക്ഷ നികുതി അല്ലാത്തത്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. പാതിരാക്കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. പാതിരാക്കൊക്കിന്റെ കുമരകമാണ്. വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടുങ്ങരമ്പള്ളം പുഴ. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്തിട്ടാണ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? ഹൃദയത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് കാർഡിയോളജി അല്ലെ? ഹൃദയത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഏത്? കാർഡിയോളജി. അപ്പോൾ പെരികാർഡിയം, കാർഡിയം, ഹൃദയത്തെ കുറിച്ചിട്ടുള്ള പഠനം കാർഡിയോളജി. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലമാണ് പെരികാർഡിയം. അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം. അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം. ഇതില് ക്ഷയം പകരും ഇതൊക്കെ വരുന്നതാണ്. ഇത് ഡിലീഷൻ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. ജീവകം എയുടെ അപര്യാപ്തം കൊണ്ടുണ്ടാകുന്ന രോഗം നിശാന്തത. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു മഞ്ഞ നിറത്തിനാണെങ്കിൽ ടാട്രസിൻ ആണ്. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതി. ബയോമധുരം. മധുരം കഴിച്ചാലാണ് പ്രമേഹം വരിക അല്ലെ? ജീവിതശൈലി രോഗങ്ങളാണ്, മധുരം എന്നല്ല, ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. പപ്പായയുടെ ജന്മദേശം. പപ്പായ ഏതാണ്? പപ്പായയുടെ ജന്മദേശം അമേരിക്കയാണ്. നെൽച്ചെടിയിലെ പരാഗണകാരി. നെൽച്ചെടിയിലെ പരാഗണകാരി കാറ്റാണ്. കേരളത്തിലെ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായത് എന്ന്? ഓഖി ദുരന്തം 2017 നവംബർ മാസം 29. ശ്രദ്ധിക്കണേ, 2017 നവംബർ മാസം 29. ചന്ദ്രശങ്കര ഏതാ? തെങ്ങാണ്.
ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കണം. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കണമാണ് പ്രോട്ടോൺ. പ്രോട്ടോൺ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ, സിങ്കിന്റെ അയിരാണ്. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അലസവാതകങ്ങൾ ഗ്രൂപ്പ് 18. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? അതായത് ആസിഡ് സ്വഭാവം ഉണ്ടെങ്കിൽ, ആസിഡ് സ്വഭാവം എന്ന് പറയുമ്പോൾ 5-ൽ താഴെ ആണെങ്കിൽ, അതായത് 7-ൽ താഴെ ആണെങ്കിൽ എന്തായിരിക്കും? ആസിഡ് സ്വഭാവമായിരിക്കും. അപ്പൊ മണ്ണിൽ ആസിഡ് സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ചെടിക്ക് വളർച്ച ഉണ്ടാകില്ല. അപ്പൊ pH മാറ്റണം, 7-ൽ കൂടുതൽ ആക്കണം. 7-ൽ കൂടുതലാക്കും. അതിന് എന്ത് ചെയ്യണം? കുമ്മണ്ണിൽ കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ 7-ൽ കൂടും. അപ്പൊ മനസ്സിലായോ? അപ്പൊ ഏതിലാണ്? 3 അല്ലേ? 7-ൽ താഴെയുള്ളത് ഇവിടെ 1 അല്ലേ ഉള്ളൂ? 3. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടിവരും? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടിവരും? 27 1/3 ദിവസം. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം. ദോലനം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഊനാലിന്റെ ചലനം, ക്ലോക്കിലെ പെൻഡുലം, അതൊക്കെ എന്താ? ദോലനമായിട്ട് ഉദാഹരണം. ഇവിടെ വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകൾ തന്നിട്ടുണ്ട്. അതിൽ കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതകളായിട്ട് പരിഗണിക്കാവുന്നവ ഏതെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ഇവയിൽ ഒന്നുമല്ല. തന്നിട്ടുള്ളതിൽ ഏതും എന്താണ്? കോൺകേവ് ദർപ്പണവുമായി ബന്ധപ്പെട്ട സവിശേഷതകളല്ല. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്നത് സംവഹനം. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം. അതായത് ഒരു നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ എന്ന നക്ഷത്രഗണം. അതിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഏതാണ്? തിരുവാതിരയാണ്. തിരുവാതിര. ഓക്കെ, അങ്ങനെ 80 ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. 80 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ 19 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞു. ഒരുപാട് അതിൽ കറണ്ട് അഫെയറുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. എക്കണോമിക്സിന്റെ നോട്ട്സ് തരുന്നുണ്ട് കേട്ടോ. എക്കണോമിക്സിന്റെ പുതിയ SCERT-യിൽ ഓരോ ലെസന്റെയും നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് പഠിച്ചു വരിക. കാരണം SCERT വായിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. വായിക്കാം, ഒരു തവണയൊക്കെ വായിക്കാം, പഠിക്കാം. അതൊക്കെ നോട്ട് എഴുതാനും റിവിഷൻ ചെയ്യാനും നിന്നാൽ അതിന് തന്നെ സമയം കിട്ടുള്ളൂ. അതുകൊണ്ട് അതെല്ലാം ഇല്ലാതാക്കാനാണ്, നന്നായിട്ട് പഠിക്കാൻ വേണ്ടി, എളുപ്പത്തിൽ പഠിക്കാനും എളുപ്പത്തിൽ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്കണോമിക്സിന് നോട്ട്സ് തരുന്നത്. ക്ലാസ്സിന്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താഴെ ഒന്ന് കമന്റ് ഇടുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തോട്ട് ഒരുപാട് നന്ദി അറിയിക്കുന്നു.